മെസ്സേജ് പാസിംഗ് മെക്കാനിസം. ഒരു മൾട്ടി കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വേണം. മെസ്സേജ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിലെ ഒരു ലോജിക്കൽ യൂണിറ്റ് ആണ്. അതെന്ന് പറയുന്നത് ഫിക്സഡ് ലെങ്ത് പാക്കറ്റ് ആയിട്ടായിരിക്കും അസംബിൾ ചെയ്തിട്ടുണ്ടാവുക. ഇനി ഒരു മെസ്സേജ് ഫോർമാറ്റിൻ്റെ ഫിഗർ നോക്കിയാൽ അതിൽ നമുക്ക് കാണാം മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു കോളം ഉണ്ടാകും. ആ മെസ്സേജ് കഴിഞ്ഞാൽ അതിനെ വീണ്ടും നമ്മൾ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. അതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് ഫ്ലിറ്റ് ആക്കിയേക്കാണ്. അപ്പോൾ മെസ്സേജിൽ 5 കോളമായിരിക്കും ഉണ്ടാവുക. പാക്കറ്റിൽ വരുമ്പോൾ 8 ബിറ്റ് ആകും, ഫ്ലിറ്റിലും 8. അതിൽ ലാസ്റ്റ് 2 കോളത്തിൽ എസും ആറും ബാക്കിയെല്ലാം ഡി ആണ്. ഇതിൽ എസ് എന്ന് പറയുന്നത് സീക്വൻസ് നമ്പർ, ആർ എന്ന് പറയുന്നത് റൂട്ടിംഗ് ഇൻഫോർമേഷൻ, ഡി എന്ന് പറഞ്ഞാൽ ഡാറ്റ ഓൺലി ഫ്ലിറ്റ്സ് ആണ്. അത് ആ ഫിഗർ നോക്കി അറിയാം. ഈ പാക്കറ്റ് എന്ന് പറയുന്നത് ഒരു ബേസിക് യൂണിറ്റ് ആണ്. അതിൽ റൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടാകും. പിന്നെ സീക്വൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ പാക്കറ്റിലും ഒരു സീക്വൻസ് നമ്പർ ഉണ്ടാകും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്ത മെസ്സേജിൻ്റെ റീ അസംബ്ലിക്ക് അലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സീക്വൻസ് നമ്പർ യൂസ് ചെയ്യുക. ഇനി പാക്കറ്റിനെ നമ്മൾ വീണ്ടും നമ്പർ ഓഫ് ഫിക്സഡ് ലെങ്ത് ഫ്ലിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോ കൺട്രോൾ ഡിജിറ്റ് ആണ്. അപ്പോൾ പാക്കറ്റിനെ വീണ്ടും നമ്പർ ഓഫ് ഫിക്സഡ് ലെങ്ത് ഫ്ലിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂട്ടിംഗ് ഇൻഫോർമേഷനും സീക്വൻസ് നമ്പറും ഹെഡർ ഫ്ലിറ്റ്സിലായിരിക്കും ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം ലാസ്റ്റ് 2 ബിറ്റിലാണ് സീക്വൻസ് നമ്പറും റൂട്ടിംഗ് ഇൻഫോർമേഷനും വരിക. റിമൈനിങ് ഫ്ലിറ്റ്സ് എന്ന് പറയുന്നത് ഡാറ്റ എലമെൻറ്റ്സ് ഓഫ് എ പാക്കറ്റ് ആയിരിക്കും. പിന്നെ ഒരു ടിപ്പിക്കൽ പാക്കറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 64 to 512 ബിറ്റ്സ് ആയിരിക്കും. പിന്നെ സീക്വൻസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 ഫ്ലിറ്റ്സ് ആയിരിക്കും. അത് മെസ്സേജ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയാണ് മെസ്സേജ് പാസിംഗ് മെക്കാനിസത്തിൽ വരുന്നത്. മെസ്സേജ് പാസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ മെസ്സേജ് പാസിങ്ങിന് സ്പെഷ്യൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വേണം. മെസ്സേജ് ആയിരിക്കും ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിലെ ലോജിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഫിക്സഡ് ലെങ്ത് പാക്കറ്റ് ആയിട്ട് നമ്മൾ അസംബിൾ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ ഫിഗർ വരയ്ക്കുക. ആ ഫിഗറിൽ റൂട്ടിംഗ് ഇൻഫോർമേഷൻ, സീക്വൻസ് നമ്പർ, ഡാറ്റ ഓൺലി ഫ്ലിറ്റ്, ഇത്രയായിരിക്കും ഫ്ലിറ്റ്സിൽ ഉണ്ടാവുക. പിന്നെ സീക്വൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ട്രാൻസ്മിറ്റ് ചെയ്ത മെസ്സേജിനെ റീ അസംബ്ലിക്ക് അലോ ചെയ്യാൻ വേണ്ടി സീക്വൻസ് നമ്പർ. പാക്കറ്റ് എന്ന് പറയുന്നതായിരിക്കും റൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ആയിരിക്കും പാക്കറ്റിൽ ഉണ്ടാവുക. പിന്നെ പാക്കറ്റിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തേക്കണെയാണ് ഫിക്സഡ് ലെങ്ത് ഫ്ലിറ്റ്സ് ആയിട്ട്. പിന്നെ റൂട്ടിംഗ് ഇൻഫോർമേഷനും സീക്വൻസ് നമ്പറും ഹെഡർ ഫ്ലിറ്റിലായിരിക്കും ഒക്യുപ്പൈ ചെയ്യുക. റിമൈനിങ് ഫ്ലിറ്റ്സ് എന്ന് പറയുന്നത് ഡാറ്റ എലമെൻറ്റ്സ് ആയിരിക്കും. ഫ്ലോ കൺട്രോൾ മെസ്സേജ് റൂട്ടിംഗ് സ്കീം. ഇതിൽ 2 ടോപ്പിക്കാണ് തന്നെ, സ്റ്റോർ ആൻഡ് ഫോർവേഡ് റൂട്ടിങ്ങും വോം ഹോൾ റൂട്ടിങ്ങും. ഫസ്റ്റ് വണ്ണാണ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. സ്റ്റോർ ആൻഡ് ഫോർവേഡ് റൂട്ടിങ്ങിൽ ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് പാക്കറ്റ് ആയിരിക്കും. ഇതിലെ ഓരോ നോഡും ഒരു പാക്കറ്റ് ബഫർ യൂസ് ചെയ്യേണ്ടാവും. ഇനി പാക്കറ്റിനെ നമ്മൾ സോഴ്സ് നോഡിൽ നിന്നും ഡെസ്റ്റിനേഷൻ നോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു സീക്വൻസ് ഓഫ് ഇൻ്റർമീഡിയറ്റ് നോഡ് വഴിയായിരിക്കും. പിന്നെ ലാറ്റൻസി എന്ന് പറയുന്നത് ഈ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും ലാറ്റൻസി എന്ന് പറഞ്ഞാൽ. ലാറ്റൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ. ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്കറിയാം സോഴ്സ് നോഡ് ഉണ്ടാകും, പാക്കറ്റ് ബഫർ ഉണ്ടാകും. പിന്നെ ആ സോഴ്സ് നോഡിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് നോഡ് വഴിയായിരിക്കും ഡെസ്റ്റിനേഷൻ നോഡിൽ റീച്ച് ചെയ്യുക. ഇതാണ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് വണ്ണാണ് വോം ഹോൾ റൂട്ടിംഗ്. ഇതിൽ പാക്കറ്റ്സിനെ നമ്മൾ വീണ്ടും ഫ്ലിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. ഫ്ലിറ്റ് ബഫർ ആയിരിക്കും നമ്മൾ ഹാർഡ്വെയർ റൂട്ടേഴ്സിൽ യൂസ് ചെയ്തേക്കുന്ന, അത് നോഡിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുമായിരിക്കും. പിന്നെ സോഴ്സ് നോഡിൽ നിന്നും ഡെസ്റ്റിനേഷൻ നോഡിലേക്കുള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് റൂട്ടേഴ്സ് വഴിയായിരിക്കും. സ്റ്റോർ ആൻഡ് ഫോർവേഡിൽ നമ്മൾ പറഞ്ഞു സീക്വൻസ് ഓഫ് ഇൻ്റർമീഡിയറ്റ് നോഡ് വഴിയായിരിക്കും. വോം ഹോൾ റൂട്ടിങ്ങിൽ ഇതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് റൂട്ടേഴ്സ് വഴിയായിരിക്കും. ഇനി ഇതിലെ എല്ലാ ഫ്ലിറ്റ്സും സെയിം പാക്കറ്റിലുള്ള എല്ലാ ഫ്ലിറ്റ്സും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആ ഓർഡറിൽ തന്നെയായിരിക്കും. ഒരു ഇൻസെപ്പറബിൾ കമ്പാനിയനായിട്ട് പൈപ്പ് ലൈൻ ഫാഷനിലായിരിക്കും സെൻഡ് ചെയ്യുക. ഇനി ഹെഡർ ഫ്ലിറ്റിന് മാത്രമാണ് എങ്ങോട്ടാണ് പാക്കറ്റ് പോകുന്നതെന്ന് അറിയുള്ളൂ. ബാക്കിയുള്ള ഫ്ലിറ്റുകളെല്ലാം ഈ ഹെഡർ ഫ്ലിറ്റിനെ ഫോളോ ചെയ്യുള്ളൂ. ഈ ഫ്ലിറ്റ് ഡിഫറെൻറ്റ് പാക്കറ്റിൽ നിന്നുള്ള ഫ്ലിറ്റ്സ് മിക്സ് ചെയ്യില്ല. പിന്നെ അതിൻ്റെ ഫിഗർ നോക്കിയറിയാം, സോഴ്സ് നോഡും ഡെസ്റ്റിനേഷൻ നോഡ്. ഇതിൽ ഫ്ലിറ്റ് ബഫർ ആയിരിക്കും, അത് ട്രാവൽ ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് റൂട്ടേഴ്സ് വഴിയായിരിക്കും.
ഫ്ലിറ്റ്സിൻ്റെ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത് അസിങ്ക്രോണസ്ലി നമ്മൾ നടത്തുന്നത് ഹാൻഡ് ഷേക്കിംഗ് പ്രോട്ടോക്കോൾ വെച്ചാണ്. അതായത് ഒരു പാത്ത് ലൈൻ ഉണ്ടാവും അഡ്ജസൻറ്റ് റൂട്ടേഴ്സിന് ഇടയിൽ. അപ്പോൾ ഒരു റിസീവിംഗ് റൂട്ടർ ഡി എന്ന് പറയുന്നത് ഫ്ലിറ്റിനെ റിസീവ് ചെയ്യാൻ റെഡിയാണ് എങ്കിൽ R/A ലൈനിനെ ലോ ആക്കും. ഇനി സെൻഡിങ് റൂട്ടർ റെഡിയാണ് സെൻഡ് ചെയ്യാനെങ്കിൽ അത് ആ ലൈനിനെ ഹൈ ആക്കും. എന്നിട്ട് ഫ്ലിറ്റ് അതിനെ ആ ചാനലിലൂടെ പാസ് ചെയ്യും. ഇനി ഫ്ലിറ്റ് ഡിയിൽ റിസീവ് ചെയ്തു, അങ്ങനെയാണെങ്കിലും R/A ലൈൻ ഹൈ ആക്കും. ആഫ്റ്റർ ഫ്ലിറ്റ് ഇനി ഡിയിലെത്തി എല്ലാം നടന്നു, എല്ലാ പെർഫോമൻസും കഴിയുമ്പോൾ ഡിയിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യും. അപ്പോൾ ഫ്ലിറ്റ് ഐനെ ഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ആ സൈക്കിള് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യും അടുത്ത ഫ്ലിറ്റ് I+1 ട്രാൻസ്മിഷന് വേണ്ടി, അൺടിൽ എൻറ്റയർ പാക്കറ്റും ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയണം വരെ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറഞ്ഞത്, പൈപ്പ് ലൈനിങ് ഓഫ് സക്സസീവ് ഫ്ലിറ്റ് നടത്തുന്നത് ഹാൻഡ് ഷേക്കിംഗ് പ്രോട്ടോക്കോൾ വെച്ചായിരിക്കും എന്ന് പറഞ്ഞു. അതിൽ ഇത്രയും കാര്യങ്ങളാണ് നോക്കണ്ടേ. റിസീവ് ചെയ്യണ റൂട്ടർ റിസീവ് ചെയ്യാൻ റെഡിയാണ് എങ്കിൽ R/A ലൈൻ ലോ ആക്കും. സെൻഡ് ചെയ്യുന്ന റൂട്ടർ സെൻഡ് ചെയ്യാൻ റെഡിയാണെങ്കിൽ R/A ലൈൻ ഹൈ ആക്കും. എന്നിട്ട് ഫ്ലിറ്റ് ഐനെ സെൻഡ് ചെയ്യും. ഇനി ഫ്ലിറ്റ് ഐ ഡിയിൽ റിസീവ് ചെയ്തെങ്കിൽ R/A ലൈൻ ഹൈ ആക്കും. ഇനി ഫ്ലിറ്റിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും എല്ലാ ട്രാൻസ്മിഷനും കംപ്ലീറ്റ് ആവണ വരെ. SF ഫോർ എ സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസും. പിന്നെ ലാറ്റൻസി TWH വോം ഹോളിൻ്റെ ലാറ്റൻസി ആണെങ്കിൽ TWH = L/W + F/W × D. F എന്ന് പറയുന്നത് ഫ്ലിറ്റ് ലെങ്ത്. ഇനി ഇതിൽ വിർച്വൽ ചാനൽ എന്നുണ്ട്. ഒരു വോം ഹോൾ റൂട്ടിങ്ങിൽ ഫിസിക്കൽ ചാനൽ ഓരോ നോഡിനിടയിലും ഷെയർ ചെയ്യണ്ടാവും. ഇവിടെ വിർച്വൽ ചാനൽ എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ ലിങ്ക് ആയിരിക്കും 2 നോഡ്സിന് ഇടയിൽ. അപ്പോൾ നമ്മൾ അത് ഫോം ചെയ്യുന്നത് സോഴ്സ് നോഡിലുള്ള ഫ്ലിറ്റ് ബഫറും പിന്നെ ഫിസിക്കൽ ചാനൽ അവർ തമ്മിൽ ഫിസിക്കൽ ചാനലും പിന്നെ റിസീവർ നോഡിലുള്ള ഫ്ലിറ്റ് ബഫറും വെച്ചാണ് ഇത് ഫോം ചെയ്യണത്. സോഴ്സ് നോഡിലുള്ള ഫ്ലിറ്റ് ബഫർ, പിന്നെ അവ തമ്മിലുള്ള ഫിസിക്കൽ ചാനൽ, പിന്നെ റിസീവർ നോഡിലുള്ള ഫ്ലിറ്റ് ബഫർ, ഇത് വെച്ചാണ് ഇത് ഫോം ചെയ്യുക. ഒരു സോഴ്സ് ബഫർ എന്ന് പറഞ്ഞാൽ ഒരു റിസീവർ ബഫറുമായിട്ട് പെയർ ചെയ്യുമ്പോൾ ഒരു വിർച്വൽ ചാനൽ ഫോം ചെയ്യും. ഫിസിക്കൽ ചാനൽ ആ പെയറിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഈ ഫിസിക്കൽ ചാനലിൻ്റെ ഷെയറിംഗ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് വിർച്വൽ ചാനൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടൈം മൾട്ടിപ്ലെക്സിങ് വെച്ചായിരിക്കും ഫ്ലിറ്റ് ബൈ ഫ്ലിറ്റ് ബേസിസിൽ. അതാണ് ഈ ഫിഗറിൽ പറഞ്ഞത്. അപ്പോൾ വിർച്വൽ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ചാനൽ 2 നോഡിനിടയിൽ ഷെയർ ചെയ്യണ്ടാവും. വിർച്വൽ ചാനൽ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ലിങ്ക് ആയിരിക്കും 2 നോഡിനിടയിൽ. പിന്നെ ഇത് ഫോം ചെയ്യണത് സോഴ്സ് നോഡിലുള്ള ഫ്ലിറ്റ് ബഫറും അവ തമ്മിലുള്ള ഫിസിക്കൽ ചാനലും പിന്നെ റിസീവർ നോഡിലുള്ള ഫ്ലിറ്റ് ബഫറും വെച്ചായിരിക്കും. ഒരു സോഴ്സ് ബഫർ ഒരു റിസീവർ ബഫറുമായിട്ട് പെയർ ചെയ്താൽ അവിടെ ഒരു വിർച്വൽ ചാനൽ ഫോം ചെയ്യും. ഫിസിക്കൽ ചാനൽ ആ പെയറിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ. അതിൻ്റെ ഫിഗറാണ് അടുത്തതിൽ കൊടുത്തേക്കുന്നത്. നോൺ ലീനിയർ സ്ട്രാറ്റജി. ഫ്ലോ കൺട്രോൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു സ്മൂത്ത് നെറ്റ്വർക്ക് ട്രാഫിക് ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തേക്കുന്നതാണ്. കൺജഷനും ഡെഡ്ലോക്ക് സിറ്റുവേഷനൊന്നും ഒക്കെ അറിയാതെ. അതിൽ വരുന്നതാണ് പാക്കറ്റ് കൊളീഷൻ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. നമുക്കൊരു ഫ്ലിറ്റിനെ 2 അഡ്ജസൻറ്റ് നോഡ്സിനിടയിൽ മൂവ് ചെയ്യണം. അതിന് മെയിനായിട്ടും 3 എലമെൻറ്റ്സ് ആണ് വേണ്ടത്. ഫസ്റ്റ് വൺ ആ ഫ്ലിറ്റിനെ ഹോൾഡ് ചെയ്യുന്ന സോഴ്സ് ബഫർ, സെക്കൻഡ് വൺ അതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ചാനൽ, തേർഡ് വൺ ആ ഫ്ലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്ന റിസീവിങ് ബഫർ. ഈ 3 കാര്യങ്ങളാണ് ഒരു ഫ്ലിറ്റിനെ അഡ്ജസൻറ്റ് നോഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടത്. ഇപ്പോൾ 2 പാക്കറ്റ് സെയിം നോഡിൽ റീച്ച് ചെയ്യാണ്. അപ്പോൾ അത് സെയിം ഔട്ട് ഗോയിങ് ചാനലിനെ റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ അവിടെ കൊളിഷൻ ഒക്കർ ചെയ്യാം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒക്കർ ചെയ്യാം. അപ്പോൾ 4 മെത്തേഡാണ് ഈ കോൺഫ്ലിക്റ്റിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ബിറ്റ്വീൻ ആ സെയിം ഔട്ട് ഗോയിങ് ചാനലിനെ വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന 2 പാക്കറ്റ്സിൻ്റെ കോൺഫ്ലിക്ട്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മെത്തേഡാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് വിർച്വൽ കട്ട് ത്രൂ റൂട്ടിംഗ് എന്ന് പറയുന്നത്. വിർച്വൽ കട്ട് ത്രൂ റൂട്ടിങ്ങിൽ എന്താ പറയണമെന്ന് വെച്ചാൽ പാക്കറ്റ് 2ന് 2 പാക്കറ്റ് വന്ന് കോമ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പാക്കറ്റ് 2 എന്ന് പറയുന്നതിനെ നമ്മളൊരു പാക്കറ്റ് ബഫറിൽ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ആ ചാനൽ എപ്പോൾ അവൈലബിൾ ആകുന്നോ അന്നേരം അതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന റിസോഴ്സിനെ ഒന്നും വേസ്റ്റ് ആവില്ല. പക്ഷേ ഇതിന് ലാർജ് ബഫർ വേണം, കാരണം ആ എൻറ്റയർ പാക്കറ്റിനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് ഒരു ലാർജ് മെമ്മറി ഇതിനാവശ്യമാണ്.
ലാർജ് ബഫർ ഇതിനാവശ്യമാണ്. ഇനി ഇതിൽ സെക്കൻഡ് വണ്ണ പിന്നെ വിർച്വൽ കട്ട് ത്രൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ആൻഡ് ഫോർവേഡും വോം ഹോൾ റൂട്ടിംഗ് സ്കീമും കമ്പൈൻ ചെയ്താണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ കൊളീഷനൊന്നും ഒക്കർ ചെയ്തില്ല എങ്കിൽ അതൊന്നില്ലെങ്കിൽ വോം ഹോൾ റൂട്ടിങ് പെർഫോം ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോർ ആൻഡ് ഫോർവേഡ് റൂട്ടിങ് പെർഫോം ചെയ്യും. ഇനി സെക്കൻഡ് മെത്തേഡാണ് ബ്ലോക്കിംഗ് ഫ്ലോ കൺട്രോൾ. ഈ ബ്ലോക്കിംഗ് ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്യുവർ വോം ഹോൾ റൂട്ടിംഗ് ആയിരിക്കും ബ്ലോക്കിംഗ് പോളിസിക്ക് വേണ്ടി യൂസ് ചെയ്യുക. ഇതിൽ സെക്കൻഡ് പാക്കറ്റിനെ നമ്മൾ അഡ്വാൻസിങ്ങിൽ നിന്നും ബ്ലോക്ക് ചെയ്യും. ഹവർ ഇറ്റ് ഈസ് നോട്ട് ബീങ് അബാൻഡൻ. അപ്പോൾ ഇതിലെന്താ പറയണമെന്ന് വെച്ചാൽ സെക്കൻഡ് പാക്കറ്റിനെ നമ്മൾ അഡ്വാൻസിങ്ങിൽ നിന്ന് ബ്ലോക്ക് ചെയ്യും. ഇത് പ്യുവർ വോം ഹോൾ റൂട്ടിങ്ങിലാണ് യൂസ് ചെയ്യണത്. ഇനി തേർഡ് വണ്ണാണ് ഡിസ്കാർഡ് ആൻഡ് റീട്രാൻസ്മിഷൻ. ഡിസ്കാർഡ് ആൻഡ് റീട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ പാക്കറ്റിനെ പാസ് ചെയ്യാതെ ഇരിക്കാൻ അതിനെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. അതെന്ന് പറയുന്നത് വേസ്റ്റ് ഓഫ് റിസോഴ്സിന് കാരണമാകും. അപ്പോൾ അത് പാക്കറ്റ് റീട്രാൻസ്മിഷനും അതുപോലെ അക്നോളജ്മെൻറ്റിനൊക്കെ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ഈ പോളിസി ഇതുകൊണ്ട് തന്നെ റെയർലി ആണ് യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ ഡിസ്കാർഡ് ആൻഡ് റീട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കാർഡ് ചെയ്തതെയും അതിന് റീട്രാൻസ്മിഷൻ. അപ്പോൾ എന്താ, സിംപ്ലി ആ പാക്കറ്റിനെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കും പാസ് ചെയ്യാതിരിക്കാൻ. അപ്പോൾ വേസ്റ്റ് ഓഫ് റിസോഴ്സ് വരും. അത് കാരണം പാക്കറ്റ് റീട്രാൻസ്മിഷനും അക്നോളജ്മെൻറ്റും ഡിമാൻഡ് ചെയ്യും. ഇനി ലാസ്റ്റ് വണ്ണാണ് ഡീറ്റൂർ എന്ന് പറയുന്നത്. ഡീറ്റൂർ ചാനൽ, ഇതിലൊരു ഡീറ്റൂർ ചാനൽ ഉണ്ടാവും. അതായത് ഇതിലെ ബ്ലോക്ക്ഡ് പാക്കറ്റിനെ ഒരു ഡീറ്റൂർ ചാനലിലേക്ക് റൂട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് മോർ ചാനൽ റിസോഴ്സസിനെ വേസ്റ്റ് ചെയ്യും. അതാണ് ലീനിയർ പൈപ്പ്ലൈൻ പ്രോസസ്സേഴ്സ്. ലീനിയർ പൈപ്പ്ലൈൻ പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു കാസ്കേഡ് ഓഫ് പ്രോസസ്സിംഗ് സ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക. ഇതെല്ലാം ലീനിയർലി കണക്റ്റഡും ആയിരിക്കും ഒരു ഫിക്സഡ് ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ലീനിയർ പൈപ്പ്ലൈൻ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ അതിനൊരു കാസ്കേഡ് ഓഫ് പ്രോസസ്സിംഗ് സ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക. ഇതെല്ലാം ലീനിയർലി കണക്റ്റഡ് ആയിരിക്കും ഒരു ഫിക്സഡ് ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി. ലീനിയർ പൈപ്പ്ലൈൻ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ, അരിതമെറ്റിക് കമ്പ്യൂട്ടേഷൻ ആൻഡ് മെമ്മറി ആക്സസ് ഓപ്പറേഷനൊക്കെ വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷന്, അരിതമെറ്റിക് കമ്പ്യൂട്ടേഷന്, പിന്നെ മെമ്മറി ആക്സസ് ഓപ്പറേഷനൊക്കെയാണ് ലീനിയർ പൈപ്പ്ലൈൻ അപ്ലൈ ചെയ്യുക. പിന്നെ ലീനിയർ പൈപ്പ്ലൈന് K പ്രോസസ്സിംഗ് സ്റ്റേജസ് ആണുള്ളത്. പിന്നെ ഇതിലെ എക്സ്റ്റേണൽ ഇൻപുട്ടിനെ ഫെഡ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജ് S1 ഇനി ഇതിൻ്റെ പ്രോസസ്ഡ് റിസൾട്ട് എന്ന് പറയുന്നത് സ്റ്റേജ് SI നിന്നും SI+1 പാസ് ചെയ്യും. ഫോർ I എന്ന് പറയുന്നത് 1, 2, 3 etc. K-1 ആയിരിക്കും. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് ലാസ്റ്റ് സ്റ്റേജ് SK എന്നായിരിക്കും. അപ്പോൾ ഒരു ലീനിയർ പൈപ്പ്ലൈൻ പ്രോസസ്സറിൽ K പ്രോസസ്സിംഗ് സ്റ്റേജ് ഉണ്ടാകും. ഇൻപുട്ടിനെ ഫെഡ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജ് S1 ആയിരിക്കും. പ്രോസസ് റിസൾട്ട് പാസ് ചെയ്യുന്നത് അടുത്ത സ്റ്റേജിലേക്ക്, അതായത് SI ആണ് ഫസ്റ്റ് സ്റ്റേജ് എങ്കിൽ സെക്കൻഡ് SI+1 എന്ന് പറഞ്ഞ സ്റ്റേജിലേക്കായിരിക്കും പ്രോസസ്ഡ് റിസൾട്ടിന് കൊടുക്കുക. ഫൈനൽ റിസൾട്ട് വരുന്നത് ലാസ്റ്റ് സ്റ്റേജ് SK എന്നാണ്. ഇനി ഡാറ്റ ഫ്ലോയുടെ കൺട്രോളിനെ ഡിപ്പെൻഡ് ചെയ്ത് ലീനിയർ പൈപ്പ്ലൈനെ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് അസിൻക്രോണസ് മോഡലും സിൻക്രോണസ് മോഡലും. അസിൻക്രോണസ് മോഡലിലെ ഫിഗർ, ഇതിൽ ഡാറ്റ ഫ്ലോ അഡ്ജസൻറ്റ് സ്റ്റേജസ് തമ്മിലുള്ള ഡാറ്റ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് ഹാൻഡ് ഷേക്കിംഗ് പ്രോട്ടോക്കോൾ ആയിരിക്കും. അഡ്ജസൻറ്റ് സ്റ്റേജിൻ്റെ ഡാറ്റ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നത് ഹാൻഡ് ഷേക്കിംഗ് പ്രോട്ടോക്കോൾ ആയിരിക്കും. ഈ ഫിഗറിൽ നോക്കി അറിയാം, സ്റ്റേജ് SI ട്രാൻസ്മിറ്റ് ചെയ്യാൻ റെഡിയാണ് എങ്കിൽ അതൊരു റെഡി സിഗ്നൽ SI+1 ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി SI+1 ഇൻകമിങ് ഡാറ്റേനെ റിസീവ് ചെയ്താൽ അതൊരു അക്നോളജ് സിഗ്നൽ തിരിച്ച് SIക്ക് കൊടുക്കും. പിന്നെ അസിൻക്രോണസ് പൈപ്പ്ലൈന് ഒരു വേരിയബിൾ ത്രൂപുട്ട് റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ഡിലേ ആയിരിക്കും ഡിഫറെൻറ്റ് സ്റ്റേജസിൽ ഉണ്ടാവുക. ഇത്രയാണ് അസിൻക്രോണസ് മോഡലിൽ വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സിൻക്രോണസ് മോഡൽ. സിൻക്രോണസ് മോഡലിൽ സ്റ്റേജ് എന്ന് പറയുന്നത് പ്യുവർ കോമ്പിനേഷണൽ സർക്യൂട്ട് ആയിരിക്കും. അത് അരിതമെറ്റിക് അല്ലെങ്കിൽ ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യും ആ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഡാറ്റ സ്ട്രീം വെച്ച്. ഇതിന് സ്റ്റേജിനെല്ലാം സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഒരു ഹൈ സ്പീഡ് ഇൻ്റർഫേസ് ലാച്ച് വെച്ചായിരിക്കും. ഈ ഫിഗറിൽ നോക്കിയറിയാം, ഓരോ സ്റ്റേജിനെയും ഒരു ലാച്ച് വെച്ച് സെപ്പറേറ്റ് ചെയ്തേക്കാണ്. ഈ ലാച്ചസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് രജിസ്റ്റേഴ്സ് ആണ്. അതായത് സ്റ്റേജസ് തമ്മിൽ
സ്റ്റേജിൻ്റെ ഇടയിൽ കിട്ടുന്ന റിസൾട്ടിനെ, ഇൻ്റർമീഡിയറ്റ് റിസൾട്ടിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാസ്റ്റ് രജിസ്റ്ററാണ് ലാച്ചസ് എന്ന് പറഞ്ഞാൽ. ഇനി ഒരു ക്ലോക്ക് പൾസ് ഇതിലേക്ക് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലാച്ചും അതിലുള്ള ഡാറ്റേനെ അടുത്ത സ്റ്റേജിലേക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് പാസ് ചെയ്യും. അതാണ് സിങ്ക്രോണസ് മോഡലിൽ പറയുന്നത്. സിങ്ക്രോണസ് മോഡലിലാണ് എങ്കിൽ ലോജിക് ഓപ്പറേഷൻസും അരിതമെറ്റിക് ഓപ്പറേഷനൊക്കെ ആയിരിക്കും പെർഫോം ചെയ്യുക. ഇതിൽ ഓരോ സ്റ്റേജിനെയും ഒരു ഹൈ സ്പീഡ് ഇൻ്റർഫേസ് ലാച്ച് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ലാച്ച് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് രജിസ്റ്ററാണ് റിസൾട്ടൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു ക്ലോക്ക് പൾസ് വന്നു കഴിഞ്ഞാൽ ഈ ലാച്ച് ഡാറ്റേനെ അടുത്ത സ്റ്റേജിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് സിങ്ക്രോണസ് മോഡലിൽ പറയുന്നത്. വരുന്ന കുറച്ച് ടേംസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്പേസ് ടൈം ഡയഗ്രാം. സ്പേസ് ടൈം ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ പൈപ്പ് ലൈൻ പ്രോസസ്സറിലെ ഓവർലാപ്ഡ് ഓപ്പറേഷനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. അതിൽ സ്റ്റേജസ്, ആ ഫിഗർ നോക്കി അറിയാം, അതിൽ ക്ലോക്ക് സൈക്കിളും ഉണ്ടാകും, പിന്നെ സ്റ്റേജസും ഉണ്ടാകും. ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത് ഒരു 4 സ്റ്റേജസിൻ്റെയും 6 ടാസ്കിൻ്റെയും സ്പേസ് ടൈം ഡയഗ്രാം ആണ്. അപ്പോൾ ഒരു പൈപ്പ് ഫില്ലായി കഴിഞ്ഞാൽ അത് 1 റിസൾട്ട് പെർ ക്ലോക്ക് പീരീഡ് ഔട്ട്പുട്ട് ചെയ്യും. അതായത് നമ്പർ ഓഫ് സ്റ്റേജ്, ആ പൈപ്പിലെ നമ്പർ ഓഫ് സ്റ്റേജിനെ ഒന്നും നോക്കില്ല, അതിനോട് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ പൈപ്പ് ഫില്ലായി കഴിഞ്ഞാൽ 1 റിസൾട്ട് പെർ ക്ലോക്ക് പീരീഡ് അത് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി സെക്കൻഡ് ടേമാണ് ക്ലോക്ക് പീരീഡ് എന്ന് പറയുന്നത്. അതിൽ ഡി എന്ന് പറയുന്ന ഒരു ലാച്ചിൻ്റെ ടൈം ഡിലേയും കെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേജസും ആയിരിക്കും. അപ്പോൾ ടോ എം എന്ന് പറയുന്നത് മാക്സിമം സ്റ്റേജ് ഡിലേ ആയിരിക്കും. ഇ ഐ എന്ന് പറയുന്നത് ടൈം ഡിലേ ഓഫ് സർക്യൂട്ടറി ഇൻ ഈച്ച് സ്റ്റേജ്. അപ്പോൾ ക്ലോക്ക് പീരീഡ് ടോ ഈക്വൽ ടു ടോ എം പ്ലസ് ഡി. ക്ലോക്ക് പീരീഡ് ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സ്റ്റേജ് ഡിലേ പ്ലസ് ടൈം ഡിലേ ഓഫ് ലാച്ച്, അതായത് ടോ എം പ്ലസ് ഡി ആയിരിക്കും. ഇനി റെസിപ്രോക്കൽ ഓഫ് ക്ലോക്ക് പീരീഡ് ആയിരിക്കും ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഈക്വൽ ടു 1/τ. ഇനി ഇതിലൊരു എക്സാമ്പിൾ തരുന്നുണ്ട്. സപ്പോസ് ഒരു 4 സ്റ്റേജിൻ്റെ ടൈം ഡിലേ എന്ന് പറയുന്നത് ടോ 1ൻ്റെ 60, ടോ 2ൻ്റെ 50, ടോ 3യുടെ 90 നാനോ സെക്കൻഡ്, ടോ 4ൻ്റെ 80 നാനോ സെക്കൻഡ്. പിന്നെ ഇൻ്റർഫേസ് ലാച്ചിൻ്റെ ഡിലേ ഡി എന്ന് പറയുന്നത് 10 നാനോ സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ക്ലോക്ക് പീരീഡ് ടോ എന്ന് പറയുന്നത് ഈക്വൽ ടു ടോ മാക്സ് പ്ലസ് ഡി. ടോ മാക്സ് പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ അതിലുള്ള മാക്സിമം ടൈം ഡിലേ ആണ് നോക്കണത്. അപ്പോൾ ഈ ടോ 1, ടോ 2, ടോ 3, ടോ 4ൽ നോക്കുമ്പോൾ മാക്സിമം ടൈം ഡിലേ വന്നിരിക്കുന്നത് 90 നാനോ സെക്കൻഡാണ്. അപ്പോൾ ആ 90 പ്ലസ് പിന്നെ ടോ മാക്സ് പ്ലസ് ഡി ആണ്. ഡി ഈക്വൽ ടു 10 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോ മാക്സ് പ്ലസ് ഡി ഈക്വൽ ടു 100 നാനോ സെക്കൻഡാണ്. ഇനി ഇതിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു 1/τ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/100. അപ്പോൾ 10 MHz കിട്ടും. ഇനി ഇതിൽ വരുന്ന തേർഡ് ടേമാണ് സ്പീഡപ്പ്. സ്പീഡപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ പൈപ്പ് ലൈൻ വിത്ത് കെ സ്റ്റേജ് ആണെങ്കിൽ n ടാസ്കിനെ പെർഫോം ചെയ്യാൻ പറ്റും. ഇൻ ടി കെ ഈക്വൽ ടു കെ പ്ലസ് n-1 ഇൻറ്റു ക്ലോക്ക് പീരീഡ്സിൽ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ടോട്ടൽ ടൈം റിക്വയർഡ് ടി കെ എന്ന് പറയുന്നത് കെ പ്ലസ് n-1 ഇൻറ്റു ടോ ആയിരിക്കും. ടോ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് പീരീഡാണ്. പിന്നെ ഇതിൽ വരുന്ന അടുത്ത ടേമാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടാസ്കും കെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പൈപ്പ് ലൈൻ സ്റ്റേജസും ടോ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് പീരീഡുമാണെങ്കിൽ പൈപ്പ് ലൈൻ എഫിഷ്യൻസി ഈക്വൽ ടു എൻ കെ ടോ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു കെ ടോ പ്ലസ് n-1 ഇൻറ്റു ടോ, വിച്ച് ഈസ് ഈക്വൽ ടു n/k പ്ലസ് n-1 ആയിരിക്കും. പിന്നെ ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് ലൈന് പെർ യൂണിറ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ടാസ്കിനെയാണ് ത്രൂപുട്ട് എന്ന് പറയുക. ഒരു പൈപ്പ് ലൈന്
ഒരു യൂണിറ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ടാസ്കിനെയാണ് ത്രൂപുട്ട് എന്ന് പറയുക. അതിൻ്റെ ഇക്വേഷൻ W=n/k τ + n-1 × τ n/τ വരും. ഈ ത്രൂപുട്ട് എന്ന് പറയുന്നത് ഒരു പൈപ്പ് ലൈനിൻ്റെ പവറിനെ കമ്പ്യൂട്ട് ചെയ്യണതിൽ റിഫ്ലക്റ്റ് ചെയ്യും. എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടാസ്ക് ആണ് ഒരു ഒബ്സർവേഷൻ പീരീഡിൽ പെർഫോം ചെയ്തേക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ടാസ്കിനോട് ഈക്വൽ ആയിരിക്കും. ലീനിയർ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് പൈപ്പ് ലൈൻസ് ആയിരുന്നു. കാരണം അത് ഫിക്സഡ് ഫങ്ഷൻസ് മാത്രമാണ് പെർഫോം ചെയ്തിരുന്നത്. നോൺ ലീനിയർ പൈപ്പ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അത് ഡൈനാമിക് പൈപ്പ് ലൈനാണ്. കാരണം അതിൽ ഫീഡ് ഫോർവേഡും ഫീഡ്ബാക്കും സ്ട്രീം ലൈൻ കണക്ഷൻസും ഉണ്ടായിരുന്നു. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു 3 സ്റ്റേജ് പൈപ്പ് ലൈനാണ് കാണുന്നത്. S1, S2, S3 എന്ന് പറയുന്നത്. S1 നിന്ന് ഇൻപുട്ട് കൊടുക്കും, S2, S3 ഔട്ട്പുട്ട് S3 എന്ന് വരും. അപ്പോൾ സ്ട്രീം ലൈൻ കണക്ഷൻ എന്ന് പറഞ്ഞാൽ S1 നിന്ന് S2ലേക്ക്, S2ൽ നിന്ന് S3ലേക്ക്, അതൊരു ലൈൻ പോലെ ആയിരിക്കും കണക്ഷൻ പോവുക. ഇനി ഫീഡ് ഫോർവേഡ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ കഴിഞ്ഞുള്ള അടുത്ത സ്റ്റേജിലേക്ക് കൊടുക്കുക. അപ്പോൾ S1 നിന്ന് S3ലേക്കുള്ളത് ഒരു ഫീഡ് ഫോർവേഡ് കണക്ഷൻ ആയിരിക്കും. ഇനി ഫീഡ്ബാക്ക് കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലേക്കായിരിക്കും കണക്ഷൻ കൊടുക്കുക. അപ്പം S3 നിന്ന് S2ലേക്കുള്ള കണക്ഷൻ ഒരു ഫീഡ്ബാക്ക് കണക്ഷനാണ്. അതുപോലെ S3 നിന്ന് S1ലേക്കുള്ളൊരു കണക്ഷൻ ഫീഡ്ബാക്ക് കണക്ഷനാണ്. അപ്പോൾ ഈ കണക്ഷൻസ് വെച്ച് ഔട്ട്പുട്ട് ഓഫ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റേജിൽ നിന്ന് തന്നെ ആവണമെന്നുമില്ല. പിന്നെ ഇതിൽ വരുന്നത് ഒരു റിസർവേഷൻ ടേബിളാണ്. റിസർവേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് ലൈനിലെ സക്സസീവ് സ്റ്റേജിൻ്റെ യൂട്ടിലൈസേഷൻ പാറ്റേൺ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർവേഷൻ ടേബിൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു 4 സ്റ്റേജ് ലീനിയർ പൈപ്പ് ലൈനിൻ്റെ റിസർവേഷൻ ടേബിളാണ് ഇതിൽ കാണിച്ചത്. അതിൽ ഡയഗണൽ പാർട്സിലൊക്കെ X വരും. ഇനി ഒരു നോൺ ലീനിയർ പൈപ്പ് ലൈൻ പ്രോസസ്സേഴ്സ് ആണ് എങ്കിൽ നോൺ ലീനിയർ പാറ്റേൺ ആയിരിക്കും അതിലുണ്ടാവുക. ഡിഫറെൻറ്റ് ഫങ്ഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ റിസർവേഷൻ ടേബിൾസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിസർവേഷൻ ടേബിൾ ഫോർ ഫംഗ്ഷൻ എക്സും റിസർവേഷൻ ടേബിൾ ഫോർ ഫംഗ്ഷൻ വൈ, ഇതൊരു ലീനിയറിൻ്റെ നോൺ ലീനിയറിൻ്റെ റിസർവേഷൻ ടേബിളാണ്. ഇതിൽ മൾട്ടിപ്പിൾ ചെക്ക് മാർക്കിൻ്റെ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം സ്റ്റേജിൻ്റെ റിപ്പീറ്റഡ് യൂസേജ് ആണ് കാണിക്കുന്നത്. പിന്നെ കോണ്ടിജിയസ് ചെക്ക് മാർക്കിൻ്റെ റോ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിൻ്റെ വേറെ സൈക്കിളിലുള്ള എക്സ്റ്റെൻഡഡ് യൂസേജ് ആണ് കാണിക്കുന്നത്. അടുത്തത് തന്നെയാണ് ലേറ്റൻസി അനാലിസിസ് എന്ന് പറഞ്ഞത്. ഒരു ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഫംഗ്ഷൻ ഇവാലുവേഷൻ്റെ സ്റ്റാർട്ടിനെയാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സൈക്കിൾ ബിറ്റ്വീൻ 2 ഇനീഷ്യേഷൻ, ഒരു പൈപ്പ് ലൈനിലെ 2 ഇനീഷ്യേഷനിലെ ഇടയിലുള്ള നമ്പർ ഓഫ് സൈക്കിളിനെ ആയിരിക്കും നമ്മൾ അതിനിടയിലെ ലേറ്റൻസി എന്ന് പറയുക. ഇപ്പോൾ ലേറ്റൻസി ഓഫ് K എന്ന് പറഞ്ഞാൽ 2 ഇനീഷ്യേഷൻസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന K ക്ലോക്ക് സൈക്കിൾ വെച്ചായിരിക്കും. ലേറ്റൻസി വാല്യൂ എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ഇനി 2 or more ഇനീഷ്യേഷൻസ് സെയിം സ്റ്റേജ് സെയിം ടൈമിൽ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൊളിഷൻ റിസൾട്ട് ചെയ്യും. അപ്പോൾ ചില ലേറ്റൻസീസ് എന്ന് പറഞ്ഞാൽ കൊളിഷൻ കോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൊളിഷൻ കോസ് ചെയ്യുന്ന ലേറ്റൻസീനെയാണ് നമ്മൾ ഫോർബിഡൻ ലേറ്റൻസീസ് എന്ന് പറയാം. ഇപ്പോൾ നമുക്കൊരു ഈ ഫിഗറിൽ ഒരു റിസർവേഷൻ ടേബിളാണ് തന്നേക്കണേ. അത് നമ്മൾ സ്റ്റേജസും ടൈം വെച്ചൊരു റിസർവേഷൻ ടേബിൾ കണ്ടു. 3 സ്റ്റേജും 8 ടാസ്കും ഉള്ള ഒരു റിസർവേഷൻ ടേബിൾ കണ്ടു. ഇപ്പോൾ നമ്മൾ ഈ എബോവ് റിസർവേഷൻ ടേബിൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോർബിഡൻ ലേറ്റൻസി ഫോർബിഡൻ ലേറ്റൻസി എന്ന് പറഞ്ഞാൽ കൊളീഷൻ കോസ് ചെയ്യുന്ന ലേറ്റൻസി. അപ്പോൾ S1 നോക്കുകയാണെങ്കിൽ
1, 6, 8. ഒരു S1 എന്ന് പറഞ്ഞ സ്റ്റേജിനെ 1ഉം 6ഉം 8ഉം അറ്റ് എ ടൈം ഒക്യുപ്പൈ ചെയ്യുക. അപ്പോൾ അതിനെ നമുക്ക് 6 - 1, 8 - 6, അതുപോലെ 8 - 1 ഇടാം. S1 എന്ന് പറഞ്ഞ പേര്. ഇനി S2 എന്ന് പറയുന്നതിൽ 4ഉം 2ഉം ആണുള്ളത്, അതുകൊണ്ട് 4 - 2. ഇനി S3 എന്ന് പറയുന്നതിൽ 3, 5, 7 ഉണ്ട്, അതുകൊണ്ട് 5 - 3, 7 - 5, 7 - 3. അപ്പോൾ S3യും കിട്ടി. ഇനി ഇതിനെല്ലാം കൂടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് ഒറ്റ സെറ്റിൽ എഴുതുക. അപ്പോൾ S1ൽ നിന്ന് നമുക്ക് 5, 7, 2 കിട്ടും, S2ൽ നിന്ന് 2 കിട്ടും, S3ൽ നിന്ന് 2, 2, 4 കിട്ടും. അപ്പോൾ ഇതിനെല്ലാം ഒന്നിച്ച് എഴുതുക. അപ്പോൾ 5, 7, 2, 2, 2, 2, 4. അപ്പോൾ ഇതിൽ 2 4 പ്രാവശ്യം വന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഒരു 2 ആണ് അതിൽ നിന്ന് എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സെറ്റിൽ 2, 4, 5, 7 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫോർബിഡൻ ലാറ്റൻസി എന്ന് പറയുന്നത് 2, 4, 5, 7 ആയിരിക്കും. ഇനി അടുത്തതാണ് കൊളീഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ ഫോർബിഡൻ ലാറ്റൻസിയിൽ നോക്കി അതിൽ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 7 ബിറ്റാണ് കൊളീഷൻ വെക്റ്റർ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അത് C7, C6, C5, C4, C3, C2, C1 അങ്ങനെ കൊളീഷൻ വെക്റ്റർ എഴുതും. ഇനി പെർമിസിബിൾ ലേറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർബിഡൻ ലേറ്റൻസി അല്ലാത്തത്. ഇപ്പോൾ ഇതിൽ ഫോർബിഡൻ ലേറ്റൻസി അല്ലാത്തതെന്ന് പറയുന്നത് 1, 3, 6 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ 8 എടുക്കില്ല, കാരണം നമുക്ക് 7 ബിറ്റ് മതി കൊളിഷൻ വെക്റ്റർ റെപ്രസെൻ്റ് ചെയ്യാൻ. ഇനി ഫോർബിഡൻ ലേറ്റൻസി എന്ന് പറയുന്നത് 2, 4, 5, 7 ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കൊളീഷൻ വെക്റ്റർ എഴുതുകയാണ്. C7, C6, C5, C4, C3, C2, C1. അതിൽ 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ C2, C4, C5, C7 ഈ വാല്യൂസൊക്കെ 1 ആകും, ബാക്കി വാല്യൂ 0 ആകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 1, 0, 1, 1, 0, 1, 0 ആയിരിക്കും. ഇത് വെച്ച് നമ്മളൊരു സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കും. അതിൻ്റെ ഫിഗറാണ് ഇനി കൊടുത്തേക്കുന്നത്. അതിൽ നമ്മൾ ഷിഫ്റ്റിംഗ് നടത്തുകയെന്ന് വെച്ചാൽ ഇപ്പോൾ 1, 0, 1, 1, 0, 1, 0 ആണ് നമുക്ക് റിസൾട്ട്. ഇതിനെ 1 ബിറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആദ്യം വരും. അപ്പോൾ 0, 1, 0, 1, 1, 0, 1 വരും. എന്നിട്ട് നമ്മളതിൽ ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണ്. ഈ കിട്ടിയ റിസൾട്ടിനെയും ഷിഫ്റ്റ് ചെയ്ത റിസൾട്ടും 1, 0, 1, 1, 0, 1. അതിൽ ആ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത വാല്യൂ കിട്ടും. ഇനി അതിനെ വീണ്ടും 3 ബിറ്റ് ഷിഫ്റ്റ് നടത്തുകയാണ്. ആ 3 ബിറ്റ് ഷിഫ്റ്റിനെയും വീണ്ടും 1, 0, 1, 1, 0, 1, 0 വെച്ച് നമ്മൾ വീണ്ടും ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അപ്പോഴും ഒരു റിസൾട്ട് കിട്ടും. അതിന് പിന്നെ വീണ്ടും മറ്റേതിനെ ഒരു 6 ബിറ്റ് ഷിഫ്റ്റ് നടത്തുകയാണ്, എന്നിട്ട് ഓർ ഓപ്പറേഷൻ ചെയ്യുക. അങ്ങനെ നമ്മൾ 6 ബിറ്റ് പെർഫോം ചെയ്യുമ്പോൾ 3 ബിറ്റ് ഷിഫ്റ്റ് 1, 0, 1, 1, 0, 1, 1 എന്ന് 3 ബിറ്റും 6 ബിറ്റ് ഷിഫ്റ്റും പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്കൊരു 2 സെൽഫ് ലൂപ്പ് 3ലും 6ലും വരയ്ക്കാം. അതാണ് ആ സ്റ്റേറ്റ് ഡയഗ്രാമിൽ കാണുന്ന 3ഉം 6ഉം സെൽഫ് ലൂപ്പ് അതിൽ വരച്ചേക്കുന്നത്. ഇനി നമ്മൾ 8 ബിറ്റ് ഷിഫ്റ്റാണ് പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ മോർ ദാൻ 8 ബിറ്റ് ഷിഫ്റ്റ് ആണ് എങ്കിൽ നമുക്ക് കൊളീഷൻ വെക്റ്റർ 1, 0, 1, 1, 0, 1, 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ലൂപ്പ് ആഡ് ചെയ്യാം. അതാണ് 8+ എന്ന് പറഞ്ഞിട്ട് അതിൽ ലൂപ്പ് ആഡ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഡയഗ്രത്തിൽ.